നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ ധാരാളം വൈറലാകുന്നതായിട്ട് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ചിലരുടെ ചാനലുകൾ ഇടുന്ന എല്ലാ വീഡിയോയും തന്നെ ഏകദേശം വൈറലായിരിക്കും. എന്നാൽ നമ്മുടെ ചാനലിൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ കിട്ടുന്ന വ്യൂസ് പോലും ലഭിക്കുന്നില്ല എന്ന് പലരും പരാതി പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നും നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ അല്പം റീച്ച് ലഭിക്കുന്നത്, അതിനകത്ത് കൂടുതൽ വ്യൂസ് ലഭിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷോർട്സ് വീഡിയോയിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ടിക്ടോക്കിൻ്റെ വരവോടുകൂടിയാണ് ഈ മറ്റ് പ്ലാറ്റ്ഫോമുകളെല്ലാം ഇതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ ടിക്ടോക്ക് നിലവിലുണ്ടായിരുന്നപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ഷോർട്സ് ഉണ്ടായിരുന്നെങ്കിലും അതിന് അന്ന് അത്രയും പോപ്പുലാരിറ്റി ലഭിച്ചിരുന്നില്ല. എന്നാൽ ടിക്ടോക്ക് ബാൻ ചെയ്തതിന് ശേഷം കൂടുതലായിട്ട് സെലിബ്രിറ്റികളും ധാരാളമായിട്ട് അതുപോലെ തന്നെ വീഡിയോ ചാനലുകളും പുതിയതായിട്ട് ഷോർട്ട് വീഡിയോ ചാനലുകളും ധാരാളമായിട്ട് യൂട്യൂബിലേക്ക് വരികയുണ്ടായി. അങ്ങനെയാണ് യൂട്യൂബ് ഷോർട്സിന് ഇത്ര പ്രചാരം ലഭിക്കാനായിട്ട് കാരണം. അപ്പോൾ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ ഇതുപോലെ തന്നെ റീച്ച് ആവുന്നു മനസ്സിലാക്കിയപ്പോൾ തന്നെ ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എല്ലാം റീൽസ് പോലെയുള്ള കാര്യങ്ങളുമായിട്ട് വന്നു. അപ്പോൾ ഷോർട്സ് വീഡിയോക്ക് കൂടുതൽ പോപ്പുലാരിറ്റി ലഭിക്കുന്നതെന്ന് മനസ്സിലായത് കൊണ്ടാണ്. അപ്പോൾ അത് യൂട്യൂബ് ശരിക്കും അത് ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അതിനകത്ത് ഫണ്ട്സ് അതുപോലെ തന്നെ അവാർഡ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ നമുക്കത് അതിൻ്റേതായ രീതിയിൽ, അതായത് മില്യൺ കണക്കിന് വ്യൂസ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ലഭിക്കുകയുള്ളൂ. അപ്പോൾ വളരെ അപൂർവമായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ രാജ്യങ്ങളിൽ മാത്രമാണ് ഷോർട്സ് വീഡിയോ ഉള്ളത്. ഇന്ത്യയിലുണ്ട്, അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളിലുണ്ട്. എന്നാൽ ഓൾ ഓവർ ദ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊന്നും യൂട്യൂബ് ഷോർട്സ് ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അതിൻ്റെ ടൈം ലിമിറ്റാണ്. ഇപ്പോൾ നമുക്ക് 60 സെക്കൻഡ് വരെ നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് കരുതി നമ്മൾ 58-59 സെക്കൻഡ് വരെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് പരമാവധി 15 മുതൽ ഏതാണ്ട് 45 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മുടെ പറയാനുള്ള കാര്യങ്ങൾ അതിനകത്ത് ഇത്രയും സമയത്തിനുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും ഒരു എൻഗേജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ടെങ്കിൽ അതിനകത്ത് ഓഡിയൻസ് റിട്ടൻഷൻ, അതായത് ആളുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണും. അപ്പോൾ സാധാരണ വീഡിയോയിൽ നമുക്കറിയാം ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഓഡിയൻസ് റിട്ടൻഷൻ ഏതെങ്കിലും വീഡിയോയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ യൂട്യൂബ് വീഡിയോയിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് യൂട്യൂബിന് മനസ്സിലാവുകയും അത് കൂടുതൽ പേരിലേക്ക് നോട്ടിഫിക്കേഷനും സജഷനും ബ്രൗസ് ഫീച്ചറിലും എല്ലാം കൊടുക്കുകയും കൂടി ചെയ്യും. അങ്ങനെയാണ് യൂട്യൂബിലൊരു വീഡിയോ കൂടുതൽ റീച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ വ്യൂസ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഏത് ഷോർട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഓഡിയൻസ് റിട്ടൻഷൻ, അതായത് ഒരു മിനിറ്റ് എന്ന് തന്നെ അല്ല, അര മിനിറ്റ് 30 സെക്കൻഡുള്ള വീഡിയോ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 100% ഓഡിയൻസ് റിട്ടൻഷൻ വരുന്നതാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണെങ്കിൽ അത് 4-5 പ്രാവശ്യം കാണുകയാണെങ്കിൽ അത് 300-400% ഓഡിയൻസ് റിട്ടൻഷൻ വരും. ഇങ്ങനെ ഓഡിയൻസ് റിട്ടൻഷൻ വരുമ്പോൾ തന്നെ യൂട്യൂബിന് മനസ്സിലാകുന്നത് എന്താണ്, ഇത് കൂടുതൽ ആളുകൾ എൻഗേജ് ചെയ്യുന്നു, അതുകൊണ്ട് കൂടുതൽ പേരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് യൂട്യൂബ് ഷോർട്സ് വൈറലാകുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് മറ്റ് പ്ലാറ്റ്ഫോമുകളിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 2 രീതിയിൽ നമുക്കിതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. ഒന്നാമത് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിൻ്റെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈമർ സെറ്റ് ചെയ്ത് ആവശ്യമായിട്ടുള്ള മ്യൂസിക് അതിൽ നിന്ന് തന്നെ ആഡ് ചെയ്ത് ചെയ്യാം. കൂടാതെ നമുക്ക് ഗാലറിയിൽ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാം ഈ സമയപരിധിക്കുള്ളിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ പരമാവധി 15 സെക്കൻഡ് വരെ മാത്രമേ ചെയ്യാനായിട്ട് കഴിയുന്നുള്ളൂ. കൂടാതെ നമുക്ക് അതിനകത്ത് എല്ലാ മ്യൂസിക്കുകളും ഫ്രീ ആണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം ലഭിക്കുന്നുണ്ട്. ഉടനെ ലഭിച്ചില്ലെങ്കിലും പിന്നീട് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷവും വരെ ലഭിക്കാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മ്യൂസിക് എടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ്. കൂടാതെ നമുക്ക് ഗാലറിയിൽ നിന്ന് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതും എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതും നമ്മളത് 16:9 റേഷ്യോയിലാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ 9:16 സാധാരണ ചെയ്യുന്ന പോലെ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേ
റേഷ്യോയിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ചിലരുടെ വീഡിയോകൾ നമ്മൾ സാധാരണ ഒരു മോഡിൽ തന്നെ ചെയ്യുന്നതായിട്ട് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ഇനി ഒരു പലർക്കും ഉള്ളൊരു സംശയമാണ് ഇതുപോലെ തന്നെ ഹാഷ്ടാഗ് കൊടുക്കണോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ചാനലാണെങ്കിൽ അതിനകത്ത് ഹാഷ്ടാഗ് കൊടുത്തില്ലെങ്കിലും നമ്മുടെ ഈ ടൈം ലിമിറ്റിനുള്ളിൽ യൂട്യൂബിലേക്ക് ചെല്ലുമ്പോൾ തന്നെ യൂട്യൂബിന് മനസ്സിലാവും അതൊരു ഷോർട്ട് വീഡിയോ ആണെന്ന്. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ചാനലുകളാണെങ്കിൽ അതിനകത്ത് ഹാഷ്ടാഗ് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഹാഷ്ടാഗ് കൊടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഞാൻ ഹാഷ്ടാഗ് കൊടുക്കാതെ അപ്ലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് തമ്പനെയിലിൻ്റെ കാര്യമാണ്. തമ്പനെയിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം തമ്പനെയിൽ ഷോർട്സിൽ കാണിക്കുകയില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഡയറക്റ്റ് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് മാത്രം അപ്ലോഡ് ചെയ്യുക. കാരണം അത് ബ്രൗസറിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഹാഷ്ടാഗ് ഇട്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് അത് ശരിക്കും ഷോർട്ട് വീഡിയോ ആണെന്ന് മനസ്സിലാവുകയുള്ളൂ. കൂടാതെ റീച്ച് ചെയ്യപ്പെടുവാനും ചാൻസ് വളരെ കുറവാണ്. യൂട്യൂബ് ഉദ്ദേശിക്കുന്ന യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനിൽ വെച്ച് തന്നെ ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഗാലറിയിൽ നിന്നെടുത്ത് ഷോർട്ട് വീഡിയോ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ശരിയായിട്ടുള്ള റീച്ച് ലഭിക്കുകയുള്ളൂ. അടുത്തായിട്ട് നമ്മൾ ഈ ബാക്കി കാര്യങ്ങൾ, അതായത് ടാഗ്സ് വേണമെങ്കിൽ കൊടുക്കാം, അതുപോലെ തന്നെ പ്ലേലിസ്റ്റിലേക്ക് എല്ലാം ആഡ് ചെയ്യാം. നമ്മൾ സാധാരണ ഒരു വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഷോർട്ട് വീഡിയോ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഷോർട്ട് വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നതല്ല. അതായത് നമുക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതലായിട്ട് ബ്രൗസ് ഫീച്ചറിലേക്കും ഹോം പേജിലേക്കും എല്ലാം യൂട്യൂബ് കൂടുതൽ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെയാണ് ഒരു യൂട്യൂബിലൊരു വീഡിയോ വൈറലാവുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് യൂട്യൂബിലൊരു ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി കാണും. എന്നാൽ എല്ലാ ടോപ്പിക്സിലും നമുക്ക് യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ചെയ്ത് വിജയിക്കാൻ കൂടി സാധ്യമല്ല. കൂടുതലായിട്ടും എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയിലാണ് ഷോർട്ട് വീഡിയോ നമുക്ക് ഫലപ്രദമായിട്ട് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെയിം കാറ്റഗറിയിൽ തന്നെ പരമാവധി എൻഗേജ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻസ് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഇത്രയും നേരം നിങ്ങളുമായിട്ട് പങ്കുവച്ച വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുകയും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ നോക്കി ഇതുപോലൊരു വിഷയമായി വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.